It's my birthday! Ta-da! ഇറ്റ് ജസ്റ്റ് എ ബർത്ത്ഡേ ഇന്ന് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും അങ്ങനെയേ അല്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് എൻ്റെ അനിയത്തി എനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങി തന്നത്. എന്തായാലും കേക്കൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ബർത്ത്ഡേ ആഘോഷിക്കട്ടെ. ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ തന്നെ എൻ്റെ താതൻ്റെ കളക്ഷനിലുള്ളതാണ്. അതുകൊണ്ട് ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. എൻ്റെ 25th വരെയുള്ള ബർത്ത്ഡേയും ഞാൻ ആഘോഷിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ കൂടെ ഉള്ളവരാട്ടോ ആഘോഷിച്ചത്. സ്കൂൾ ടു കോളേജ് വരെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു സർപ്രൈസ് പാർട്ടി ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്റെ മാറ്റങ്ങളും വളരെ കൂടുതലായി. ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു എക്സ്ട്രോവേർട്ട് ആണെന്ന്, ചിലരൊക്കെ എന്നെ കാണുന്നത് ഒരു ഇൻട്രോവേർട്ടോ ആംബിവേർട്ടോ ആയിട്ടായിരിക്കാം. ടുഡേ ഐ എം റിവീലിംഗ് മൈ പേഴ്സണാലിറ്റി. ഐ എം ആൻ അഡ്വക്കേറ്റ് പേഴ്സണാലിറ്റി. ഇതൊന്നും എന്റെ ചുറ്റുപാടുള്ള ആരോട് പറയാനും പറ്റൂല, പറഞ്ഞാൽ എറ്റാനോ മനസ്സിലാവുകയില്ല. എനിവേ, എന്റെ പേഴ്സണാലിറ്റി ടൈപ്പ് ഞാൻ അറിഞ്ഞത് കൊണ്ട് മാത്രം ക്ലാരിറ്റി കിട്ടിയ ഒരു ജീവിതമാണ് എന്റേത്. ഈ ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്നെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചില ആളുകൾ തൻ്റെ സെൽഫ് തന്നെ സ്റ്റെക്ക്ഡ് ആണ്. ചില ആൾക്കാർ നമ്മളെ കൺഫ്യൂസ്ഡ് ചെയ്യിക്കും, നമ്മൾ ഇന്ന ടൈപ്പുള്ള ആളുകളാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഈ പേഴ്സണാലിറ്റിയെ പറ്റി പറയാൻ കാരണം എൻ്റെ 22ാമത്തെ വയസ്സിലാണ് എൻ്റെ ഏത് പേഴ്സണാലിറ്റിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഒരു 15 വയസ്സിലെങ്കിലും തൻ്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ ഇഷ്ടക്കേട് എന്ന് അറിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഏത് ടൈപ്പ് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണം, ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം, ഏത് ഡ്രസ്സ് ധരിക്കണം എന്ന് തുടങ്ങി എല്ലാത്തിലും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി ഇല്ലാത്ത പക്ഷം നമ്മളെ ആളുകൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. എൻ്റെ ജീവിതത്തിന്റെ കാൽഭാഗവും ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്തിഷ്ടമല്ലാന്ന് സ്വയം ഞാൻ ടെസ്റ്റ് ചെയ്ത് ജീവിച്ച ആളാണ്. ഇനി അങ്ങോട്ടേക്ക് ഫുൾ ക്ലാരിറ്റിയോട് കൂടെ ഞാൻ ജീവിക്കുന്നത്. നോബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഫീൽ ആൻഡ് വാട്ട് ലൈഫ് ഐ ഹാവ് ലിവ്ഡ്. എന്തിന് ഞാൻ ഇതിവിടെ പറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് ഇഷ്ടമാണ് എന്ത് ഇഷ്ടമല്ല എന്ന് അറിയാത്തൊരാൾ ഈ ലോകത്ത് എന്ത് തന്നെ അറിഞ്ഞാലും അയാൾ എവിടെ എത്തില്ല. ഫൈൻഡ് യുവർ സെൽഫ് ആൻഡ് ലിവ് യുവർ ലൈഫ്. Okay, bye.